സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പണിയാണ് കരിഞ്ഞ പാത്രങ്ങൾ, ഇതുപോലെ അട്ടിപ്പിടിച്ച പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. പാത്രം കഴുകുന്ന ജോലി എന്ന് പറയുന്നതിന് വളരെ മടിയും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എത്ര കഴുകിയാലും നമുക്ക് തീരില്ല, അതുപോലെയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് പോലും തൊടാതെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയാലോ. അതിപ്പം അലൂമിനിയം ആകട്ടെ, നമ്മളെ ചെമ്പ് പാത്രമാകട്ടെ, ഇരുമ്പ് പാത്രമാകട്ടെ, ഏതൊരു പാത്രമാണെങ്കിലും ഇതുപോലെ പഴയത് നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കുറെ ഉരക്കാതെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് തുടച്ച് നീക്കിയെടുത്ത് നമ്മൾ ക്ലീൻ ആക്കി എടുക്കാന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മീൻ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്, നമുക്ക് ക്ലീൻ ചെയ്യാൻ മടിയില്ലെങ്കിലും അതിന്റെ സ്മെല്ല് കൊണ്ട് നമ്മൾ കുളിച്ചാലും അതിന്റെ മണം പോവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലെ ഏതൊരു മീൻ, ചാളയാകട്ടെ, അയിലാകട്ടെ, ചെമ്മീനാകട്ടെ, എന്താണെങ്കിലും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം, ചതച്ചിട്ടാൽ ഇത്തിരി കൂടി നല്ലതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉളുമ്പ് മണം നല്ല ശരിക്ക് പോയി കിട്ടും. നമ്മളെ കയ്യിൽ നിന്ന് പോകാനാണെങ്കിലും കറിവേപ്പില കുറച്ച് നല്ലതുപോലെ തിരുമ്പി എടുത്താൽ മതി കയ്യിൽ കേട്ടോ. അപ്പൊ ആ ഒരു സ്മെല്ല് പോകും. പിന്നെ നാരങ്ങയുടെ നീര് കൊണ്ട് കൈ തൊടുക, അത് കഴുകുക. ഞാൻ കുറേ ടിപ്സുകൾ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മീൻ കഴുകി നോക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അത് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ സോപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു സോപ്പും ആകട്ടെ, ഇതുപോലെ തീർന്നു വരുന്ന സോപ്പാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈവൺ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകുകയാണ്, അപ്പോൾ നമുക്ക് എന്താണ് ഹാൻഡ് വാഷൊക്കെ ലിക്വിഡ് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ബാഗിലൊക്കെ വെച്ചാൽ അത് കൊട്ടിപ്പോകുക, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പേഴ്സൊക്കെയാണ് എടുക്കണമെങ്കിൽ അതിൽ വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ A4 സൈസ് പേപ്പറോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു സോപ്പ് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അംശം അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ചെറിയ പീസായിട്ടും എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 പീസായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇനി വർക്ക് ആകുന്നതെന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ നമ്മളെടുത്ത് കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഇതാക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതൊരു സോപ്പും ഇതുപോലെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ടിഷ്യൂ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റിലേക്ക് ഇട്ടാലും മതി കേട്ടോ. അത് നല്ലതുപോലെ തന്നെ അലിന്ന പോലെ ആകും. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നോക്കിക്കോളൂ നമ്മൾ ചെറിയൊരു പേഴ്സിൽ പോലും നമുക്കിത് കൊണ്ടുപോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇടാൻ ഇപ്പം തന്നെ മറക്കരുത്. അതുപോലെ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആകുമ്പോൾ അവർക്കും അതൊരു ഉപയോഗപ്രദമാണല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഉണക്കമീനൊക്കെ വളരെ അധികം ഇഷ്ടമായിരിക്കും. ഇത് മാസാണ്. അപ്പം ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും വളരെ മറ്റുള്ള സാധനങ്ങളിൽ മണം പിടിക്കുന്ന പോലത്തെ അത്ര സ്മെല്ലാണ് മാസ്. വളരെ ടേസ്റ്റാണ്, പക്ഷേ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ. എന്നിട്ട് നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ആ ഒരു സ്മെല്ല് പുറത്തേക്കേ വരില്ല. ആ ന്യൂസ് പേപ്പറിൽ ഫുള്ള് പിടിച്ചിരുന്നോളും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് ഏതൊരു ഉണക്കമീനാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇടിയപ്പം പീച്ചുന്ന സേവനായിയാണിത്. ഇത് ഞാൻ മറന്നുപോയി ഇരുന്നതാണ്. അപ്പോൾ ഇതിൽ എടുത്തു നോക്കിയപ്പോൾ ഇതുപോലെ മുഷിഞ്ഞ് ആകെ പോയി കിടക്കുന്ന കേട്ടോ. 2 എണ്ണം എനിക്കുണ്ട്, അതിൽ 1 എണ്ണമാണ് ഇതിപ്പം. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കേട്ടോ. ചെമ്പ് പാത്രങ്ങൾ നിങ്ങൾ ഇതുപോലെ ചെമ്പെന്നല്ല ഏതൊരു പാത്രവും നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കൂ. ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ഇത്തിരി കൂടെ എഫക്റ്റ്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നമ്മളുടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ലിക്വിഡ് വാഷ് സോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ മൈദ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെറുതെ ഇത് തേച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സ്ക്രബ് തേക്ക് ഉരക്ക് ഒന്നും വേണ്ട. നമ്മൾ ഇതുപോലെ തേച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വെളുപ്പിച്ചെടുക്കാനായിട്ട് ഇഷ്ടിക കഷ്ണം പൊടിച്ച് അത് തേച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതൊന്ന് മസ്റ്റായിട്ടും ചെയ്ത് നോക്കാട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയല്ലേ ഈ ഗോതമ്പ് പൊടിയും വിനാഗിരിയൊക്കെ. അപ്പോൾ ആ ഒരു കറുത്ത പാടുള്ള സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഇത്തിരി കുറച്ച് അധികം അവിടെ ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വളരെ അധികം ഡ്രൈ ഒന്നും ആയി പോകാൻ പാടില്ല. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വളരെ അധികം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ എന്താണ് പറയുക, ഇഷ്ടികപ്പൊടിയൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വെട്ടി തിളങ്ങും. കണ്ടില്ലേ പളപളാ തിളങ്ങുന്നത്. എന്ത് ക്ലാവ് പിടിച്ച പോലത്തെ ഒരു പാത്രമായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയും അതുപോലെ ഏതൊരു പാത്രവും നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വിളക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കഴിഞ്ഞാൽ കാണിച്ചെന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഒരക്കെ തേക്കെ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടോ. നിങ്ങളെ സപ്പോർട്ട് പോലെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. വേറൊന്നുമല്ല, നിങ്ങൾ കമൻസ് വഴി അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓരോന്ന് ചെയ്തു നോക്കി നല്ല അഭിപ്രായം എന്ന് പറയുമ്പോൾ ഈ ഒരു മിശ്രിതം കൊണ്ട് നിങ്ങൾക്ക് സിങ്കൊക്കെ കഴുകാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് ഇതുപോലെ അട്ടിപിടിച്ച പാത്രം, അത് നമ്മൾ അപ്പം തന്നെ നമ്മൾ അത് ഡ്രൈ ആകാനൊന്നും വെക്കാതെ തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ കരിഞ്ഞതിൻ്റെ മേളിൽ വരുന്ന ഒരു അളവിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട്. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരിക്കലും നമ്മൾ പിന്നീടത്തേക്ക് കഴുകുക എന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്താൽ ഇത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഇത് അടി പിടിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്താൽ വളരെയധികം നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു തരി പോലും ഉരക്കാതെ ക്ലീനായി കിട്ടും. നമ്മൾ ഇത് നല്ലതുപോലെ ഇതുപോലെ ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ നാരങ്ങയുടെ തൊലി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് നല്ല ഇതിൽ ഇതാകണം. ആ ഒരു ഉപ്പും ഇതൊക്കെ കൂടി നമ്മൾ ഇത് എത്ര പ്രാവശ്യം തേച്ച് കഴുകിയാലാണ് ഈ ഒരു ചെമ്പ് ക്ലീനായി കിട്ടുന്നത് അല്ലേ. ഞാൻ ഇതുവരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ ഇല്ലേ, ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഞാൻ ഇത് അറിയാതെ പോയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അത്ര ക്ലീനായി കിട്ടി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതൊന്ന് നല്ല രീതിയിൽ ഇളകി കിട്ടാനായിട്ട്. എന്നിട്ട് ആ ഒരു വെള്ളം ഞാൻ ലൈവായിട്ട് കൊട്ടിക്കളഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ആ ഒരു ഭാഗം നമ്മൾക്ക് കൈ കൊണ്ട് തുടച്ച് മാറ്റാവുന്ന അത്രയും ഇളകി വന്നിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ലേ, അത് നല്ല രീതിയിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. സാധാരണ പാത്രം കഴുകിയെടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇനി ഇത് കഴുകിയെടുത്താൽ മതി. കണ്ടില്ലേ, അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായ നല്ലൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം കേട്ടോ. വളരെ റിസൾട്ട് ഉള്ളൊരു കാര്യമാണ്. അതുപോലെ ഗോതമ്പ് മാവിൻ്റെ മിക്സ് കൊണ്ട് നിങ്ങൾ നമ്മളുടെ സിങ്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പഴയതിൻ്റെ ലുക്ക് പോയി പുത്തനാവും കേട്ടോ. കണ്ടില്ലേ, പാത്രം നല്ല കിടിലനായില്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.